अस्सलाम वालेकुम रहमतुल्लाहि वबरकातुह। बगला, सारस और हंस लगभग एक ही तरह के परिंदे हैं, लेकिन उनकी आदतें अलग अलग है. ബഗല എന്ന് പറയുന്ന പക്ഷി, സാരസ് എന്ന് പറയുന്ന പക്ഷി, ഹസ് എന്ന് പറയുന്ന പക്ഷി അല്ലേ. ബഗല എന്നാൽ കൊക്ക്, സാരസ് എന്നാൽ സാരസ പക്ഷി എന്നാണ്, അത് കൊക്കിനെ പോലുള്ള ഒരു പക്ഷി. ഹസ് എന്നാൽ അരയന്നം. അങ്ങനെ മൂന്ന് സാധനങ്ങൾ. ഈ മൂന്നെണ്ണവും ബഗലയും സാരസും ഹസ്സും മൂന്നും ലഗ്ബഗ് ഏകദേശം, ലഗ്ബഗ് മിക്കവാറും ഞാൻ അർത്ഥം എഴുതി തന്നില്ല, അതുണ്ടാവാൻ സാധ്യതയില്ല. ലഗ്ബഗ് ഏകദേശം ഏക് ഹി തറഹ്കെ പരിന്ദേ ഹൈ, ഒരേപോലത്തെ പക്ഷികളാണ്. ലേക്കിൻ പക്ഷേ എനിക്ക് ആദത്തെ അലഗ് അലഗ് ഹൈ അല്ലെ. അലഗ് എന്ന് പറഞ്ഞാൽ വേറെ അല്ലെ, ആദത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവം, പതിവ്. എനിക്ക് ആദത്തെ അവരുടെ പതിവുകൾ, സ്വഭാവങ്ങൾ അലഗ് അലഗ് ഹൈ, വേറെ വേറെയാണ്. മൂന്നും കാണാൻ ഏകദേശം ഒരേപോലെയാണെങ്കിലും സ്വഭാവം വേറെയാണ്. ബഗലേക്ക് ടാങ്കേ, ബഗലയുടെ കാലുകൾ, ടാങ്ക് എന്നാൽ കാല് എന്നർത്ഥം. ബഗലേക്ക് ടാങ്കേ, ബഗലയുടെ കാലുകൾ, ടാങ്കിന്റെ ജമ്മല്ലേ ടാങ്കേ. ചൂഞ്ച് ചുണ്ട്, ഓർ ഗർദിൻ കഴുത്ത് അല്ലെങ്കിൽ പിരടി എന്നൊക്കെ പറയും. ഈ മൂന്നെണ്ണവും ലംബി ഹോത്തി ഹെ, വളരെ നീളമുള്ളതാണ്. അപ്പൊ കൊക്കിന്റെ കാല്, കഴുത്ത്, ചുണ്ട് ഇത് മൂന്നും വളരെ വലുപ്പമുള്ളതാണ്, നീളമുള്ളതാണ്. ലേക്കിൻ ദും ചോട്ടി ഹോത്തി ഹെ, ദും എന്നാൽ വാല് അല്ലെ, കൊക്കിന്റെ വാല് വളരെ ചെറുതാണ്. ദും വാല് എന്നൊരു പറഞ്ഞ സാധനം കാണാൻ തന്നെ ഉണ്ടാവില്ല. ചോട്ടി ഹോത്തി ഹെ, ചോട്ടിയാണ്, ചെറുതാണ്. ഇനി ഒരു ചൊല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ബഗ്ല ഭഗത് അല്ലെ. ഭഗത്ത് എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ ഭക്തൻ എന്നാണ് അർത്ഥം. ചില വാക്കിന്റെ അർത്ഥം ഞാൻ എഴുതി തന്നിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എഴുതണം. ബഗ്ല ഭഗത്ത് എന്ന് പറഞ്ഞാൽ കൊക്കിനെ പോലെ ഭക്തൻ അല്ലേ എന്ന് ഒരു ചൊല്ല് ഉറുദുവിലുണ്ട്. അതിങ്ങനെ നമ്മൾ ഒരു കൊക്കിനെ കണ്ടാൽ അതിങ്ങനെ എന്തോ ആരാധിച്ചിരിക്കുകയാണെന്നൊക്കെ തോന്നും. പക്ഷെ അതൊരു മീനിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയായിരിക്കും. അതാണ് ബഗല ഭഗത്. ബഗല ഭഗത് എന്നത് നാംസെ, ആ പേരിൽ കഹാവത്ത് ബി ബൻ ഗയി ഹെ, അങ്ങനെ ഒരു ചൊല്ലും കൂടിയുണ്ട്. ക്യൂങ്കെ എന്തുകൊണ്ടെന്നാൽ യേ സാഹിരി തോർപ്പർ അല്ലെ, സാഹിരി തോർപ്പർ, തുറന്ന രീതിയിലെ സാഹിരി തോർപ്പർ, പുറത്തിങ്ങനെ നോക്കുന്ന സമയത്ത് സീതാ സാദാ ദിഖായി ദേത്താ ഹെ. സീതാ സാദാ എന്ന് പറഞ്ഞാല് നേരെ ഉള്ളത്, സീത നേരെ, സാദ സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു പാവം എന്നർത്ഥം. സീതാ സാദ, ഒരാള് ഒരു ആദ്മി സീതാ സാദ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പാവാണ്. ദിഖായി ദേത്താ ഹെ, അങ്ങനെ തോന്നുന്നു. ദിഖായി ദേന തന്നെ തോന്നുക എന്നാ, അപ്പൊ ഒരു പാവാണെന്ന് തോന്നും. ലേക്കിൻ പക്ഷേ അസിൽമേ, യഥാർത്ഥത്തിൽ ഇത് മച്ചിലിക്ക് താക്കുമേ ഖടാ രഹത്താ ഹെ അല്ലെ, അത് നിൽക്കുന്നത് മച്ചിലിക്ക് താക്കുമയാണ്. താക്ക് എന്ന് പറഞ്ഞാൽ നോട്ടം അല്ലെ, താക്കുമേ എന്നാൽ പ്രതീക്ഷയിൽ. അപ്പൊ മച്ചിലിക്ക് താക്കുമേ, മീനിനെ പ്രതീക്ഷിച്ചിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പൊ മീനിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അതിങ്ങനെ ആരാധിച്ച് നിൽക്കുന്നല്ല. സാരസ് ബി, സാരസ പക്ഷിയും സഫേദ് റംഗ് കാ ഹോത്താ ഹെ, അതും വെള്ള നിറത്തിലുള്ള ഒരു പക്ഷിയാണ്. സഫേദ് അല്ലെ, വെള്ള റംഗ് നിറം. ലേക്കിൻ പക്ഷേ ഇസ്കെ ഊപ്പരി ഹിസ്സേമി, അതിന്റെ മുകൾ ഭാഗത്ത് ലാലി ചമക്തി രഹത്തിയെ, ഒരു ചുവപ്പ് ഇങ്ങനെ ചമക്തി രഹത്തിയെ, അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചുവപ്പ് നിറണ്ട് അതിന്റെ മുകൾ ഭാഗത്ത്. ഉടനേസെ പഹ്ലെ, ഉടന പറക്കുക അല്ലെ, ഉടനേസെ പഹ്ലെ പറക്കുന്നതിന് മുമ്പ് ഉസേബി, അതിനും ഹവായി ജഹാസ് കി തറഹ് അല്ലെ, അതിനും ഹവായി ജഹാസ് കി തറഹ്, ഹവായി ജഹാസ് അല്ലെ, ജഹാസ് കപ്പൽ, ഹവായി ജഹാസ് വിമാനം. ഹവായി ജഹാസ് കി തറഹ് വിമാനത്തെ പോലെ ജമീൻ പർ ദൗഡന പെടുത്താ ഹെ, ദൗഡന ഓടുക അല്ലെ, ജമീൻ പർ ദൗഡന പെടുത്താ ഹെ, ഭൂമിയിൽ ഓടേണ്ടി വരുന്നു. അപ്പൊ വിമാനത്തെ പോലെ സാരസ പക്ഷിക്കും ഇങ്ങനെ ഓടി പറക്കണം. എന്നാൽ അരയന്നോ ഹസ്ബി സഫേദ് റംഗ് കാ ഖൂബ്സൂറത്ത് പരിന്ദാ ഹെ, അരയന്നവും സഫേദ് റംഗ് കാ വെള്ള നിറത്തിലുള്ള ഖൂബ്സൂറത്ത് പരിന്ദാ ഹെ, നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ജോ ഹമേശ ജോഡയ്ക്ക് സാത്ത് താലാബ് മേ രഹത്താ ഹെ, ജോഡ എന്ന് പറഞ്ഞാൽ ഇണ അല്ലെ. ഹമേശ എല്ലായ്പ്പോഴും
ജോഡേക്കെ സാത്ത് ഇണയോടൊപ്പം താലാബുമേ രഹത്താഹെ കുളത്തിൽ താമസിക്കുന്നു. താലാബ് എന്നാൽ കുളം അല്ലെ. കുളത്തിൽ ഇണ ഉണ്ടാവും എപ്പോഴും. അപ്പൊ 2 അരയന്നങ്ങളാണ് എപ്പോഴും ഉണ്ടാകുക. 2 അരയന്നങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. കഹാ ജാത്താഹെ പറയപ്പെടുന്നു കെയ്യെ മോത്തി ചുക്താഹെ ചുഗ്താഹെ. ചുഗന എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ കൊത്തിയെടുക്കുന്നതിനാണ് ചുഗന എന്ന് പറയാം. അത് മോത്തി മുത്തുകൾ ഇങ്ങനെ അന്വേഷിച്ചിട്ട് കൊത്തിയെടുക്കും. ഇനി അടുത്തത് കാക്കയെ കുറിച്ചും കുയിലിനെ കുറിച്ചുമാണ്. കവ്വ ഓർ കോയൽ അല്ലെ. കവ്വയും കുയിലും, കാക്കയും കുയിലും, കോയൽ അല്ലെ, കുയിൽ. ദോനോ കാലേ ഹോത്തേ, 2 കറുത്തതാണ് അല്ലെ. 2 കറുപ്പ് നിറത്തിലുള്ള പക്ഷികളാണ് അല്ലെ. കാക്ക നമുക്ക് പറയാം ഒരു ഭയങ്കര മോശമായ ഒച്ചാണ് അതിൻ്റെത്. കുയിലിൻ്റെത് നല്ല രസമുള്ള പാട്ടാണ്. കവ്വ ചാലാക്കി കേലിയെ और कोयल अपनी मीठी आवाज के लिए मशहूर है. കവ്വ കാക്ക ചാലാക്കി കേലിയെ അതിൻ്റെ മിടുക്ക് അല്ലെ. ചാലാക്കി എന്ന് പറഞ്ഞാൽ മിടുക്ക് അല്ലെങ്കിൽ കൗശലത്തിന് വേണ്ടിയും അവർ കോയൽ കുയിൽ അപ്പിനി മീട്ടി ആവാസ് കേലി മീട്ടി മധുരമുള്ള ആവാസ് കേലി ശബ്ദത്തിനും മഷഹൂറെ പ്രസിദ്ധമാണ്. ജബ് ആം കെ ദർഹത്ത് പർ ബോർ ആത്താ ഹെ അല്ലെ. ആം എന്ന് പറഞ്ഞാൽ എന്താ? മാവ്, മാങ്ങ അല്ലെ. ജബ് ആം കെ ദർഹത്ത് പർ മാങ്ങയുടെ മരത്തിന്മേൽ അതായത് മാവിന്മേൽ ബോർ ആത്താ ഹെ അപ്പൊ അതില് ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, അതിൻ്റെ മേലെ പൂവിടുന്ന സമയത്ത്, തബ് ആ സമയത്ത്. ജബ് എന്നാൽ എപ്പോഴാണോ എന്നാണ്, തബ് അപ്പോൾ അല്ലെ. നമ്മൾ ഷർത്തും ജവാബ് എന്ന് പറയലാണ്. അതാണ് ജബ് തബ്. കോയൽ കി കൂക്കു സുനായി ദേത്തി ഹെ അപ്പയാണ് കുയിലിന്റെ കൂക്കു എന്ന ഒച്ച സുനായി ദേത്തി ഹെ കേൾക്കുന്നത്. കുയിൽ ആ സമയത്ത് ശബ്ദമുണ്ടാക്കും. കവ്വ ബടാ ഹോത്താ ഹെ और കോയൽ ചോട്ടി ഹോത്തി ഹെ കാക്ക വലിയതാണ്, കുയിൽ ചെറുതുമാണ് അല്ലെ. കവ്വ ബടാ ഹോത്താ ഹെ और കോയൽ ചോട്ടി ഹോത്തി ഹെ. പരിന്ദേ ഹമാരേ ലിയേ ബഹുത് ഫായിദേമന്ത് ഹെ പക്ഷികൾ നമുക്ക് വളരെ ഉപകാരമുള്ള സംഗതിയാണ്. ഫായിദാമന്ത് ഉപകാരമുള്ളത് അല്ലെ. ഫായിദ എന്ന് പറഞ്ഞാൽ തന്നെ ഉപകാരം, മന്ത് എന്നാൽ ഉള്ളത് അല്ലെ. അഖിൽ മന്ത് ബുദ്ധിയുള്ളവൻ അല്ലെ. കുതിരത്തിനെ ഇൻകാ ജിസ്ം ഐസാ ബനായാ ഹെ ജിസ്സെ വോ ആസാനി സെ ഉഡ് സക്തേ ഹെ. കുതിരത്ത് എന്ന് പറഞ്ഞാല് പ്രകൃതി എന്നാണ്. എന്ന് പറഞ്ഞാല് കുതിരത്തിനെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള ഉദ്ദേശം. ഇൻകാ ജിസ്ം അതിന്റെ ശരീരം ഐസ ബനായാഹെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് അല്ലെ. ഐസ ഇങ്ങനെ. ഇനി എങ്ങനെ എന്നുള്ളത് അതിന്റെ ശേഷം പറയും. ജിസ്സെ ആ ശരീരം കൊണ്ട്, വോ ആസാനീസെ അത് എളുപ്പത്തിൽ, ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ, ആസാൻഹെ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട് അല്ലെ. വോ ആസാനീസെ അത് എളുപ്പത്തിൽ ഉഡ് സക്തേഹെ പറക്കാൻ കഴിയും. അപ്പോൾ അതിന് എളുപ്പത്തിൽ പറക്കാൻ കഴിയുന്ന രൂപത്തിലാണ് പക്ഷികളെ അള്ളാഹു സൃഷ്ടിച്ചത്. നമുക്കൊക്കെ പറക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് പറക്കാൻ കഴിയില്ല അല്ലെ. ചില ആളുകൾ പറന്നാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പറന്നിട്ട് താഴേക്ക് വീണു പോകും. ये छोटे छोटे कीड़े मकोड़ों को खाकर फसल की हिफाजत करते हैं. छोटे छोटे ചെറിയ കീടേ മക്കോടെ എന്ന് പറഞ്ഞാൽ പുഴുക്കൾ കേട്ടോ. കീട എന്ന് പറഞ്ഞാൽ തന്നെ പുഴു എന്നാണ്. കീടേ മക്കോടെ അല്ലെ, അങ്ങനെ ഒരു പ്രയോഗമാണ്. പുഴുക്കളെ ഖാക്കർ തിന്നിട്ട് ഫസിൽ കി ഹിഫാസത്ത് കർത്തേ ഹെ. ഫസിൽ എന്ന് പറഞ്ഞാൽ വിള എന്ന് പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ്, പയറ്, ചോളം ഇങ്ങനത്തെ സാധനത്തിലൊക്കെ അതിനൊക്കെയാണ് ഫസിൽ എന്ന് പറയുക, വിളകള്. അതിനെ ഹിഫാസത്ത് കർത്തേ ഹെ അതിനെ സംരക്ഷിക്കുന്നു. അപ്പൊ അതിന്റെ മേലൊക്കെ കുറെ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പക്ഷികൾ വന്നിട്ട് ഈ പുഴുക്കളെ തിന്നും. അങ്ങനെ അതിനെ സംരക്ഷിക്കും. കുച്ച് പരിന്തേ വേറെ കുറച്ച് പക്ഷികൾ മറേ ഹുവേ ജാൻവറോങ്ക. മറ എന്ന് പറഞ്ഞാല് മറന എന്ന് പറഞ്ഞാൽ മരിക്കുക. മറേ ഹുവേ ജാൻവറോങ്ക മരിച്ചുപോയ ജീവികളുടെ, ജാൻവർ ജീവി അല്ലെ, ജാൻവറോങ്ക ജീവികളുടെ ഗോസ്റ്റ് ഖാക്കർ ഇറച്ചി തിന്നിട്ട് ഹവാക്കോ ഗന്ധ ഹോനേസെ അന്തരീക്ഷത്തെ മോശമാകുന്നതിൽ നിന്ന് ബച്ചാത്തേഹെ രക്ഷിക്കുന്നു. ഗന്ധ എന്ന് പറഞ്ഞാല് ഗന്ധകി എന്ന് പറഞ്ഞാല് ഐക്ക് അല്ലെ. ഗന്ധ ഹോനേസെ ബച്ചാത്തേഹെ മോശമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ബച്ചാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് കേട്ടോ. ബച്ചാന. ഇൻമേ അങ്ങനെയുള്ള പക്ഷികളിൽ ഗിദ് സബ്സെ അഹം ഹെ അല്ലെ. ഈ ചത്ത ജീവികളുടെ ശവം തിന്ന് നമ്മുടെ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്ന പക്ഷികളിൽ ഗിദ് സബ്സെ അഹം ഹെ. ഗിദ് കഴുകൻ, സബ്സെ അഹം ഹെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗിദ് കി ഉംർ ബഹുത്ത് തവീൽ ഹോത്തി ഹെ. കഴുകന്റെ ഉംർ വയസ്സിലെ
ഉംർ വയസ്സ് ബഹുത്ത് തവീൽ ഹോത്തി ഭയങ്കര നീളമുള്ള വയസ്സാ. അബു ഉസ്കി നസിൽ ഖത്തം ഹോത്തി ജാ രഹി ഹെ. നസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തലമുറ. അബു ഉസ്കി നസിൽ അതിന്റെ തലമുറ ഖത്തം ഹോത്തി ജാ രഹി ഹെ, അതിങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കൈകന്മാരുടെ പരമ്പര, കൈകൻ എന്ന് പറഞ്ഞ വംശം തന്നെ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പരിന്ദേ ഒമോമൻ ഖോൻസ്ലോമെ രഹത്തെ. ഖോൻസ്ല എന്ന് പറഞ്ഞാൽ കൂട് അല്ലെ, ഖോൻസ്ല കൂട്. പരിന്ദേ പക്ഷികൾ ഒമോമൻ സാധാരണ ഖോൻസ്ലോമെ രഹത്തെ, അധിക പക്ഷികളും കൂടുകളിലാണ് താമസിക്കുന്നത്. ये अपना घोंसला बनाने में बहुत मेहनत करते हैं. ये പക്ഷികൾ अपना घोंसला സ്വന്തം കൂട്, अपना സ്വന്തം അല്ലെ, घोंसला കൂട്. घोंसला बनाने में ഉണ്ടാക്കാൻ बहुत मेहनत करते हैं. मेहनत करते हैं അധ്വാനിക്കുന്നു. मेहनत करना അധ്വാനിക്കുക. ബാസ് ചിടിയ ചില പക്ഷികൾ तो അവ इतना खूबसूरत घोंसला बनाती हैं, അവർ ഇത്ര നല്ല രസമുള്ള ഖോൻസലയാണ് ഉണ്ടാക്കുന്നത്. ഖേ എത്ര രസമുള്ളതെന്ന് വെച്ചാൽ ഇത്തിന ഖേ, ഇത്തിന ഇത്രയാണ് ഖേ എന്തെന്നാൽ എത്രയെന്നാൽ അല്ലെ, അങ്ങനെയാണ് കേട്ടോ. ഖേ ദേഖ് കർ കണ്ടിട്ട് താജ്ജുബ് ഹോത്താ ഹൈ, അത്ഭുതം ഉണ്ടാകുന്നു. അപ്പൊ ഇത്തിനാ ഖൂബ്സൂറത്ത് ഖോൻസല ബനാത്തി ഹൈ, ഇത്ര രസമുള്ള കൂടുണ്ടാക്കുന്നു. ഖേ ദേഖ് കർ താജ്ജുബ് ഹോത്താ ഹൈ, കണ്ടിട്ട് ഭയങ്കര അത്ഭുതം ഉണ്ടാകുന്നു. घोंसले का एक एक तिंगा ऐसी होशियारी से पिरोया हुआ होता है जैसे किसी कारीगर ने बनाया है അല്ലെ. തിങ്ക എന്ന് പറഞ്ഞാൽ ഓരോ ഈർക്കിളും അല്ലെങ്കിൽ ഓരോ ചെറിയ നാരുകളും, നാര് എന്നർത്ഥം. ഖോൻസലേക്ക കൂടിന്റെ ഏക്കേക്ക് തിങ്ക ഓരോ നാരുകളും ഐസി ഇത്ര ഹോഷിയാരിസെ മിടുക്കോട് കൂടി അല്ലെ. ഹോഷിയാരി എന്ന് പറഞ്ഞാൽ എന്താ, സാമർത്ഥ്യം, സാമർത്ഥ്യത്തോടു കൂടി. പിറൂയ ഹോത്താഹേ അല്ലെ, പിറോന എന്ന് പറഞ്ഞാൽ നെയ്യുക എന്നർത്ഥം, നൂല് നൂൽക്കുക എന്നൊക്കെ. പിറൂയ ഹോത്താഹേ, അതിങ്ങനെ നൂല് നൂറ്റിട്ടുണ്ട്, നൂല് നൂറ്റതാണ്. ജയ്സെ എങ്ങനെയെന്നാൽ കിസി കാരീഗറിനെ ബനായ, ഏതോ കാരീഗർ ഉണ്ടാക്കിയതാണ് അല്ലെ, കാരീഗർ ഉണ്ടാക്കിയതാണ് എന്ന രീതിയിൽ. കാരീഗർ എന്ന് പറഞ്ഞാൽ ശില്പി എന്നാണ് അർത്ഥം. ഇൻമേ അതിൽ സബ്സെ സിയാദ കാരിഗരി, അതിൽ ഏറ്റവും സിയാദ, സബ്സെ സിയാദ ഏറ്റവും കൂടുതൽ കാരിഗരി അല്ലെ. കാരിഗരി എന്ന് പറഞ്ഞാൽ ശില്പകല, കാരിഗർ ശില്പി, കാരിഗരി ശില്പകല. കാരിഗരി സെ ബനായ ഹുവ ഖോൻസല, ഏറ്റവും നല്ല ശില്പകലയിൽ ഉണ്ടാക്കിയ ഖോൻസല ബയാക്ക ഹോത്താഹെ, ബയയുടേതാണ് അല്ലെ. ഒരു ചെറിയ പക്ഷി ഇടതു ഭാഗത്ത് കാണുന്നില്ലേ, ചെറിയൊരു പക്ഷി, അതിനാണ് ബയ എന്ന് പറയാം. ക ഹോത്താഹെ ജോ ബഹുത് ഛോട്ടാ പരിന്ദ ഹോത്താ ഹെ, അത് വളരെ ചെറിയൊരു പക്ഷിയാണ്. ഏക് ദറഹത്ത് പർ തറഹ് തറഹ്ക്കെ പരിന്ദേ ഹോത്തേ ഹെ അല്ലെ. ഒരൊറ്റ ദറഹത്ത് മരം, ഏക് ദറഹത്ത് പർ ഒരു മരത്തിന്റെ മേൽ തറഹ് തറഹ്ക്കെ വ്യത്യസ്ത രീതിയിലുള്ള പരിന്ദേ ഹോത്തേ ഹെ പക്ഷികൾ ഉണ്ടാകും. സബ്കെ ഖോൻസലെ എല്ലാവരുടെയും കൂടുകൾ അലഗ് അലഗ് തറഹ്ക്കെ ഹോത്തേ ഹെ വ്യത്യസ്ത രീതിയിലാണല്ലേ. കാക്കക്കൂട് വേറാണ്, കുയിലിന് കൂടുണ്ടാക്കൂലാണ് നമ്മൾ പറയല്, അത് കാക്കക്കൂട്ടിലാണ് മുട്ടട. വേറെ മരം കൊത്തി മരം ഓട്ടാക്കിയിട്ടാണ് കൂടുണ്ടാക്കുക. വേറെ ചില ആളുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കൂടുകളാണ് ഉണ്ടാക്കുക. അങ്ങനെ പല രീതിയിലാണ്. ഈ മുള കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരു കൊട്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പണ്ട് കാലങ്ങളിലൊക്കെ, ഇപ്പോഴത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കൊട്ടയെ പോലെയാണ് മൊറം കൊട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഐസേബി പരിന്ദേഹെ, ഇങ്ങനെയുള്ള പക്ഷികളുണ്ട്. ജോ അപ്നി ലംബി ചൂഞ്ച് സെ ദറഖ്ത് കെ തനെ മേ സൂറാഖ് കറക്കെ അപ്നാ ഘർ ബനാത്തെ ഹെ അല്ലെ. അപ്പിനി സ്വന്തം, ലംബി വളരെ നീളത്തിലുള്ള, ചൂഞ്ച് സെ ചുണ്ടുകൊണ്ട്, ദറഖ്ത് കെ മരത്തിന്റെ, തനേമേ തടിയിൽ, തന എന്ന് പറഞ്ഞാൽ തടി കേട്ടോ, അത് അർത്ഥം എഴുതിയിട്ടുണ്ടോ അറിയില്ല. തനേമേ തടിയിൽ, സൂറാഹ്, സൂറാഹ് എന്നാൽ ഓട്ട, സൂറാഹ് കറക്കി ഓട്ട ഉണ്ടാക്കിയിട്ട് അപ്നാ ഘർ ബനാത്തെ ഹെ സ്വന്തം വീട് ഉണ്ടാക്കുന്നു. അപ്പൊ മരത്തിൽ മരക്കൊത്തിലെ, മരംകൊത്തി താഴെയുള്ള ചിത്രം, അതിൽ മരത്തിൽ ഓട്ട ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കുന്ന പക്ഷികളുമുണ്ട്. ബാസ് പരിന്തോം ക ഖോൻസല, ചില പക്ഷികളുടെ കൂട് ടോക്രിക്ക്, ടോക്രി എന്ന് പറഞ്ഞാൽ കൊട്ട, കുട്ട, കി തറഹ് ഹോത്തായ കുട്ടയെ പോലെയാണ്. നാച്ച്താ മോർ അല്ലെ, നാച്ചിന എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാം. നാച്ച്താ മോർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മയിൽ. കൂക്കുത്തി കോയൽ, കൂക്കു എന്ന് ശബ്ദമുണ്ടാക്കുന്ന കുയിലുകൾ.
ബോൾത്തെ തോത്ത മൈന, സംസാരിക്കുന്ന മനുഷ്യനെ പോലെ സംസാരിക്കുന്ന തത്തകളും മൈനകളും. പാനീമേ തീർത്തി ബിത്തി ബത്തഹേ, ബത്തഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബത്തുകളില്ലേ, താറാവുകൾ. പാനീമേ തീർത്തി, തേർന്ന എന്ന് പറഞ്ഞാൽ നീന്തുകളെ. പാനീമേ തീർത്തി, വെള്ളത്തിൽ നീന്തുന്ന ബത്തഹേ, താറാവുകൾ. ബച്ചു, കുട്ടികളെ, ജറാ സോച്ചു, കുറച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഇൻ ഖൂബ്സൂറത്ത് പരിന്തോങ്കെ ബിഗൈർ, ബിഗൈർ എന്ന് പറഞ്ഞാൽ കൂടാതെ. ഇൻ ഖൂബ്സൂറത്ത്, ഈ ഭംഗിയുള്ള പരിന്തോങ്കെ ബിഗൈർ, പക്ഷികളെ കൂടാതെ, ഈ ഭംഗിയുള്ള പക്ഷികളില്ലാതെ. ദുനിയാ കൈസി ലഗ്തി, ദുനിയാവ് എങ്ങനെ ഉണ്ടാകും അല്ലെ? ദുനിയാവിന് കാണാൻ ഒരു രസം ഉണ്ടല്ലേ? ഈ പക്ഷികൾ ഉണ്ടായിട്ടല്ലേ ഇതിനൊക്കെ ഒരു രസം. ഹവാമേ ഊഞ്ചെ ഉടുത്തേ കബൂത്തർ അല്ലെ, കബൂത്തർ പ്രാവിലെ. ഹവാമേ അന്തരീക്ഷത്തിൽ, ഊഞ്ചെ ഉടുത്തേ വളരെ ഉയരത്തിൽ പറക്കുന്ന കബൂത്തർ പ്രാവുകൾ. ഓർ ചെഹക്തി ചിടിയ, ചെഹക്കിന എന്ന് പറഞ്ഞാൽ എന്താ? ചിലക്ക് അല്ലെ. ഓർ ചെഹക്തി ചിടിയ, ചിലക്കുന്ന പക്ഷികൾ. ഇതൊക്കെ ദേക്കർ, ഇതൊക്കെ കണ്ടിട്ട് കിത്ന ലുത്തുഫാത്താഹി, എത്ര രസാണല്ലോ അത്. ലുത്തുഫ് എന്നാൽ രസം അല്ലെ, ലത്തീഫ എന്ന് പറയും ഉറുദുവിൽ തമാശക്ക്. അപ്പൊ എന്തൊരു രസാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പരിന്തേ ഹമാരെ മാഹൗൽ കോ ബി ഖുശ്ഗവാർ ബനാത്തെ ഹെ. പരിന്തേ പക്ഷികളെ, ഹമാരെ മാഹൗൽ കോ, മാഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അല്ലെ, മാഹൗലഹു അല്ലെ, ചുറ്റുമുള്ളത്, അതായത് അന്തരീക്ഷം. മാഹൗൽ കോ ബി അന്തരീക്ഷത്തെയും, ഖുശ്ഗവാർ ബനാത്തെ ഹെ, ഖുശ്ഗവാർ സുന്ദരം, സുന്ദരമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തെയും പക്ഷികളെ നല്ല സുന്ദരമാക്കി മാറ്റുന്നുണ്ട്. അഗർ പരിന്തേന ഹോത്തെ, പക്ഷികൾ ഇല്ലായിരുന്നുവെങ്കിൽ, തു ഷായദ്, ഷായദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലെ, ഷായദ് കേട്ടോ, ഷായദ്. തു ഷായദ് ചിലപ്പോൾ, ദുനിയാ ഐസി ഹസീൻ ഓർ ഖൂബ്സൂറത്ത് ന ഹോത്തി, ദുനിയാവ് ഐസി ഹസീൻ ഇത്രമാത്രം രസമുള്ളതും അവർ ഖൂബ്സൂറത്ത് അല്ലെ കാണാൻ ഭംഗിയുള്ളതും നഹി ഹോത്തി ന ഹോത്തി ആകുമായിരുന്നില്ല. ദുനിയാവ് ഇത്രമാത്രം ഭംഗി ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ഖൂബ്സൂറത്തായിട്ടുള്ള പക്ഷികൾ ഉണ്ടായത് കൊണ്ടാണ്. ഹമാര ഏ ഫർസ് ഹേ, നമുക്ക് നിർബന്ധമാണ്. ഹമാര നമ്മുടെ, ഏ ഫർസ് ഹേ കെ, ഈ ഫർലാണ്, ഈ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമുണ്ട് എന്നർത്ഥം. ഹമാര ഏ ഫർസ് ഹേ കെ ഹം പരിന്തോം കി ഹിഫാസത്ത് കരേ, നമ്മൾ പക്ഷികളെ സംരക്ഷിക്കണം. നമ്മൾ പക്ഷികളെ സംരക്ഷിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു സംഗതിയാണ്. പരിന്തോം കി ദുനിയ എന്ന് പറയുന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. 4 പേജുകളിലായിട്ടുള്ള ഈ പാഠം 2 പീരീഡുകളിലായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടിട്ട് അർത്ഥങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അർത്ഥം നിങ്ങളോട് ഞാൻ ചോദിക്കും, അതനുസരിച്ച് പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.